പ്രഗ്നൻസി ടൈമിലുള്ള ഷുഗർ എനിക്ക് കൺട്രോൾ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത് എഗ്സ് ആണ്. സോ അത് ബോയിൽ ചെയ്യാൻ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അഗാരോ ഗ്രാൻഡ് എഗ് ബോയിലർ ആൻഡ് പോച്ചർ. എഗ് ബോയിൽ ചെയ്യാനും പോച്ച് ചെയ്യാനും അതുപോലെ വെജിറ്റബിൾസ്, മോമോസ്, ചിക്കൻ ഒക്കെ സ്റ്റീം ചെയ്യാനും ഒക്കെ ഇതുകൊണ്ട് വളരെ ഈസിയാണ് കേട്ടോ. ഇതിൽ വരുന്നത് ഒരു ട്രാൻസ്പാരന്റ് ലിഡ് ആണ്. അതുകൊണ്ട് നമുക്ക് ഈ കുക്ക് ചെയ്യുന്നതൊക്കെ മോണിറ്റർ ചെയ്യാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഇതാണ് പോച്ചിങ് ട്രേ. അറ്റ് എ ടൈം 4 eggs വരെ നമുക്ക് പോച്ച് ചെയ്യാൻ പറ്റും. അറ്റ് എ ടൈം 8 eggs വരെ ബോയിൽ ചെയ്യാൻ പറ്റുന്ന എഗ് ബോയിലിംഗ് ട്രേ ആണിത്. ഇതാണ് ഇതിന്റെ മെയിൻ യൂണിറ്റ്. ഇതിന്റെ സെന്ററിൽ വരുന്നത് ഹീറ്റിംഗ് പ്ലേറ്റ് ആണ്. അതിന്റെ മുകളിൽ ഡയറക്റ്റ് നമ്മളൊന്നും പ്ലേസ് ചെയ്യാൻ പാടില്ല. പിന്നെ അതിൽ തന്നെ ഒരു പവർ കോഡും അതുപോലെ പവർ ബട്ടണും വരുന്നുണ്ട്. അവിടെ ഇൻഡിക്കേറ്റർ ലൈറ്റും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരു മെഷറിംഗ് കപ്പും കൂടെ വരുന്നുണ്ട്. അതിൽ നമുക്ക് വാട്ടർ മെഷർ ചെയ്യാനാണ്. 3 ടൈപ്പിൽ നമുക്ക് എഗ് ബോയിൽ ചെയ്യാം. ഹാർഡ്, മീഡിയം, സോഫ്റ്റും. ഹാർഡ് ആണെങ്കിൽ 85 ml, മീഡിയത്തിന് 55 ml, സോഫ്റ്റിന് 35 ml ആണ് വാട്ടർ വേണ്ടത്. ഇതിന്റെ ബോട്ടം പോർഷനിൽ ഒരു പിയേഴ്സിംഗ് പിന്നും പിൻ സേഫ്റ്റി ക്യാപ്പും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ മെയിൻ യൂണിറ്റിലേക്ക് നമ്മൾ വാട്ടർ പോർ ചെയ്യണം. ഞാൻ ഹാർഡ് ബോയിലിംഗ് ആണ് ചെയ്യുന്നത്, അതുകൊണ്ട് 85 ml വാട്ടറാണ് എടുത്തിട്ടുള്ളത്. അതിന്റെ മുകളിൽ ട്രേ പ്ലേസ് ചെയ്യുക. ദെൻ ഞാൻ 4 eggs ആണ് ഇതിനെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് ജസ്റ്റ് പിൻ യൂസ് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ബോയിൽ ആവാൻ വേണ്ടിയിട്ടും പിന്നെ എഗ്ഗ് ക്രാക്ക് ചെയ്യാതിരിക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ ട്രാൻസ്പാരന്റ് ലിഡ് യൂസ് ചെയ്തിട്ട് കവർ ചെയ്യുക കേട്ടോ. എന്നിട്ട് കംപ്ലീറ്റ് വാട്ടർ ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോ കട്ട് ഓഫ് ആകും. മാത്രമല്ല ബ്ലൂ ലൈറ്റ് ടേൺ ഓഫ് ആവുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എഗ്ഗ് ബോയിൽ ആയെന്ന് മനസ്സിലാക്കാം. എഗ്ഗ് അവിടെ ബോയിൽ ആകുമ്പോഴത്തേക്കും നമുക്ക് എഗ്ഗ് പോച്ച് ചെയ്യാനുള്ള സംഭവങ്ങൾ സെറ്റ് ചെയ്യാം. ഇപ്പോൾ പോച്ചിങ് ട്രേയിലേക്ക് ജസ്റ്റ് ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് അപ്ലൈ ചെയ്യുക. എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. ഞാനിവിടെ 2 eggs ആണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, അത് സെറ്റ് ആകുമ്പോഴത്തേക്ക് ഇവിടെ ബ്ലൂ ലൈറ്റ് ടേൺ ഓഫ് ആയിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ എഗ്സ് ബോയിൽ ആയിട്ടുണ്ടെന്നാണ്. അപ്പോൾ ആ ലിഡ് മാറ്റിയിട്ട് എഗ്സ് ഇങ്ങോട്ട് എടുത്തു. ദെൻ നമുക്ക് പോച്ച് ചെയ്യാനുള്ളത് സെറ്റ് ചെയ്യാം. വാട്ടർ ഒഴിച്ചു. 120 ml ആണ് എടുത്തിട്ടുള്ളത് പോച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ എഗ് ബോയിലിംഗ് ട്രേ വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് പോച്ചിങ് ട്രേ വെക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഓൺ ആക്കി. ഇനി ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുന്നതുകൊണ്ട് തന്നെ നമ്മൾ നോക്കി നിൽക്കുക, ടൈം മെഷർ ചെയ്യുക ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. പോച്ച്ഡ് എഗ്സും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം സൂപ്പർബ് ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ഹാർഡ് ബോയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. നല്ല വൃത്തിക്ക് തന്നെ ബോയിലായി വന്നിട്ടുണ്ട്. ഇതിൻ്റെ ക്ലീനിങ്ങും വളരെ ഈസിയാണ്. മെയിൻ യൂണിറ്റ് ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും സോഫ്റ്റ് സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് സോപ്പി വാട്ടറിൽ കഴുകിയെടുക്കാവുന്നതാണ്. മെയിൻ യൂണിറ്റ് ആണെങ്കിൽ ഒരു നല്ല ക്ലോത്ത് യൂസ് ചെയ്തിട്ട് ഡ്രൈ ചെയ്യുക. എന്നിട്ട് എല്ലാം ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രം സ്റ്റോർ ചെയ്യുക കേട്ടോ. ഇനി ഇത് എഗ്ഗ് ബോയിൽ ചെയ്യാനും പോച്ച് ചെയ്യാനും മാത്രമല്ല, നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ സ്റ്റീം ചെയ്യാനും യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ. നേരത്തെ പറഞ്ഞ അതേ പ്രൊസീജിയർ തന്നെയാണ്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് വെജിറ്റബിൾസും ചിക്കനും ഒക്കെ സ്റ്റീം ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. നോക്കിയാൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. സോ 500 watt പവറുള്ള യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.